മകളെന്നെ വിളിച്ചതാണ്. രാവിലെ വിളിക്കാൻ പറഞ്ഞ ഫോൺ കട്ടാക്കി. ഈ മഹാഭാവി 12 മണിക്ക് ഭർത്താവ് കാരണം ഭാര്യ മരിക്കുന്നത് അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർ കാരണം ഭാര്യ ഇല്ലാതെയാവുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ല എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കാനുള്ളൊരു കാരണം നിങ്ങളിൽ കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും. ഷാർജയിൽ കഴിഞ്ഞ ദിവസം 2 പെൺകുട്ടികളുടെ ജീവൻ പോയി. വിപഞ്ചിക, അതുല്യ ഭർത്താവിൻ്റെ കൂടെയായിരുന്നു. രണ്ടുപേരും ഇന്ന് ജീവനോടെ ഇല്ല. ഇന്ന് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ചായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു തരത്തിലുള്ള പരിപാടി. ഇന്ന് 3 പേര്, 3 സ്ത്രീകളാണ്, 3 സ്ത്രീകളുടെ വാർത്തയാണ് ഞാൻ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് അറിയുന്നത്. 3 പേരും ഭർത്തൃ വീട്ടിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെയൊക്കെ പീഡനം കാരണം 3 പേര് ഇല്ലാതെയായിരിക്കുന്നു. അതിലൊരാളെ പറ്റി നേക എന്ന് പറയുന്ന പാലക്കാട് ആലത്തൂര് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണിത്. ആ പെൺകുട്ടിയെ തന്നെ ഞാൻ ചൂസ് ചെയ്ത് അവളെ പറ്റി സംസാരിക്കാനുള്ളൊരു കാരണം, ആ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു സാധനം കത്തി. മനസ്സിലായി ആ പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ഇല്ലാതാക്കിയതാണ് എന്ന്. അവളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആ ആശുപത്രിയിലെ അധികൃതർക്കും അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പോലീസുകാരെ വിളിച്ച് ഇൻഫോം ചെയ്തു. പോലീസുകാരും എത്തി കാര്യങ്ങളൊക്കെ നോക്കിയപ്പം അവർക്കും കാര്യങ്ങൾ കത്തി. അപ്പം തന്നെ ഭർത്താവിനെ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഇവനെ ഇനി എത്ര കാലത്തേക്ക് ശിക്ഷിക്കുമെന്നൊക്കെ. ചിലപ്പോൾ പുട്ടുപോലെ അവൻ കുറച്ച് 1-2 വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ കോമൺ ആയിട്ട് ഈ ഒരു സാധനം, ഭർത്താവ് കാരണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണം ഭാര്യമാരില്ലാതെയാകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഇപ്പോൾ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു നേക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സംസാരിക്കാം. അവൻ കൊന്നു തന്നെ എന്റെ മകള് ചെയ്യില്ല. 10 മണിക്ക് എന്റെ മകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. 10 മണിക്ക് എന്റെ മകൾ എന്നെ വിളിച്ചതാണ്. രാവിലെ വിളിക്കാൻ പറഞ്ഞ ഫോൺ കട്ടാക്കി. ഈ മഹാഭാവി 12 മണിക്ക് എന്നെ വിളിച്ചിട്ട് പപ്പി കുഴഞ്ഞു. അപ്പൊ എന്താ എന്റെ കുട്ടിക്ക് പറ്റി ചോദിച്ചപ്പോ പറഞ്ഞു, അമ്മ പപ്പി കുഴഞ്ഞു, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ നിന്നെ ശരിയാക്കി തരാ പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ എന്റെ മക്കളെ വിളിക്കാൻ ഓടി ഫോൺ ചെയ്യും. എനിക്കൊന്നും അറിയില്ല. അയ്യോ, അവൻ വരുമ്പോ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അവൻ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എനിക്ക് അവൻ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു തരാൻ പറഞ്ഞാൽ അവൻ പിന്നെ മേടിക്കാം. അവൻ മേടിച്ചു കൊടുക്കില്ല. അപ്പൊ നീ അവിടുത്തെ അച്ഛൻ്റെ അടുത്ത് പറയ്, നീ എന്തിനാണ് വെറുതെ ഇതിനും നിൽക്കണ പറഞ്ഞ നമ്മൾ പറയും. ഇങ്ങനെ ഇവൻ ഈ പിന്നെ കൊലയാളി അവരുടെ മനസ്സിലുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോ പാലക്കാട്ടുകാരി നേക കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്ഥിരമായിട്ട് ഭർത്താവ് ഉപദ്രവിക്കും ആ പെൺകുട്ടിയെ. കല്യാണം കഴിഞ്ഞ് 24 വയസ്സേ ഉള്ള ആ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരം ആ പെൺകുട്ടിയെ അവനെ ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം കുട്ടി ആയതിനു ശേഷവും അവൻ ആ ഉപദ്രവം കണ്ടിന്യൂ ചെയ്തു. അവൻ്റെ അമ്മയും അതിനകത്ത് പങ്കാളിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പെൺകുട്ടി അവളുടെ ഈ ഒരു അമ്മയെ, ഈ കരഞ്ഞ് നമ്മളോട് സംസാരിച്ച ഒരു അമ്മയെ രാത്രിയിൽ 10 മണിയായപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അമ്മ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞ് 12 മണി, 10 മണിക്ക് അമ്മയെ വിളിക്കുന്നു, ഫോൺ വെക്കുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് 12 മണിക്ക് മരിമോൻ, ആ ഒരു പെൺകുട്ടിയുടെ പരനാറിയായിട്ടുള്ള ഭർത്താവ് ഈ ഒരു അമ്മയെ വിളിച്ചിട്ട് പറയുന്നു, മകൾക്ക് വയ്യ, ഇതാ ആശുപത്രിയിലാണ് എന്ന് പറയുന്നു. അമ്മയൊക്കെ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോഴത്തേക്ക് മോള് തീർന്നു. ആലോചിച്ചേ നിങ്ങൾ, മോള് തീർന്നു. 2 മണിക്കൂർ മുമ്പ് 10 മണിക്ക് സന്തോഷത്തോടു കൂടി അമ്മയോട് സംസാരിച്ച് അമ്മയെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവൾ ആത്മഹത്യ ചെയ്യുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. വെള്ളം തൊടാതെ അതങ്ങ് വിഴുങ്ങാനായിട്ട് എനിക്ക് പറ്റില്ല. ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടി കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു എന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത്. എന്നിട്ട് അവളെ എടുത്ത്, കുഞ്ഞകത്തുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടായാലും ഒരു ഓടിച്ചെല്ലുന്നത്, എന്നിട്ട് അവളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഓക്കെ, കുഴഞ്ഞു വീണതാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ എങ്ങനെ പാട് വന്നു? വയറ് കൊണ്ട് മുറുക്കിയ പാടാണ് ആ പെൺകുട്ടിയുടെ കഴുത്തിലുള്ളത് എന്ന് പോലീസുകാരും ആശുപത്രി അധികൃതരും എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പാട് വന്നു? ആ കുഞ്ഞുമായി കളിച്ചപ്പോൾ വന്നതാണോ? അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. ഇനിയും ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു സുന്ദരനായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഭർത്താവിന് വേണ്ടി നാളെ വാദിക്കാൻ പോകുന്ന വക്കീൽ പറയാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും. കുട്ടിയായിട്ട് കളിച്ചപ്പോൾ വല്ലോ
കഴുത്തെ വല്ലതും മുറുകിയതായിരിക്കും എന്നായിരിക്കും പറയാൻ പോകുന്നത്. അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരു അഡ്വക്കേറ്റ് അവനൊക്കെ വേണ്ടി വാദിക്കാനായിട്ട് വരുള്ളൂ. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കുറച്ചും കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും കേട്ടതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ നിങ്ങളോട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് പറയാനുള്ളൊരു കാര്യമാണ്, മക്കൾക്ക്, പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ആരുടെ കൂടെ കല്യാണം വേണമെങ്കിലും കഴിപ്പിച്ചു വിട്ടു, പക്ഷേ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക്, പെൺമക്കൾക്കും ജോലി ഉണ്ടായിരിക്കണം. ഒരുത്തൻ്റെയും കാലിനടിയിൽ കിടക്കാനുള്ള അവസരം വരുത്തരുത്. അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു സാധനം മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും പാർട്ട്ണറിൻ്റെ അടുക്ക പോയി ഇരക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. അച്ഛനോടും അമ്മയോടും ഒക്കെ വന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു നല്ല ജോലി അതുണ്ടായതിന് ശേഷം മാത്രം മോളെ കെട്ടിച്ചു വിടുക. കെട്ടിച്ചു വിട്ടാലും ഭർത്താവിന് ആരെയാണോ കെട്ടിച്ചു കൊടുക്കുന്നത് അവനോടും പറയുക, മോളോടും പറയുക, ഒരിക്കലും മകളുടെ ജോലി ഇല്ലാതെ ആക്കരുത്. അവൾ ജോലിക്ക് പോകണം. മനസ്സിലായില്ലേ? കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒന്നെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഒരായെ വെക്കാം, ഇല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മയ്ക്കും പോയി നോക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുക. ജോലി വേണം. ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ, കയ്യിൽ കാശില്ലാത്തതിൻ്റെ പേരിൽ ഒരുത്തൻ്റെയും അടിമയായി കിടക്കാൻ ഒരു സ്ത്രീയെയും അനുവദിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത് തുടക്കത്തിൽ തന്നെ. ഇനി ബാക്കി ഈ ഒരു നേഗയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയണം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ശീതൾ, എന്തായാലും 24 വയസ്സുകാരിയായ നേഹയെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കാണുന്നത്. പിന്നാലെ തന്നെ ഭർത്താവിന്റെ കുടുംബവും ഭർത്താവും ചേർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രിക്കാർക്കാണ് ഈ മരണത്തിൽ അസ്വാഭാവികത തോന്നുന്നത്. ഈ പിന്നാലെ തന്നെ അവർ ആലത്തൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഭർത്താവ് പ്രദീപിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. 6 വർഷം മുമ്പാണ് പ്രദീപും നേഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നാലെ തന്നെ 2 വർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇവർക്ക് ഒരു മകൾ ഉണ്ടാവുന്നത്. നിലവിൽ 3 വയസ്സുകാരിയാണ് ഇവർ. പിന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മക്കൾ ഉണ്ടാവാത്തതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ തുടർച്ചയായി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ, ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി 10 മണിയോട് കൂടി തന്നെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല എന്നും അമ്മ നേരത്തെ നമ്മോട് പ്രതികരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവാറുണ്ട്. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം പരിഹരിച്ചു വിടുക. ഭർത്താവ് ഭാര്യയെ കൈവെക്കുന്ന തരത്തിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് വിടാതിരിക്കാനേ ഞാൻ പറയുള്ളൂ. എന്തിനാണ്? അടിമയാണോ? പെണ്ണ് എന്ന് പറയുന്നത് പുരുഷൻ്റെ അടിമയാണോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇനിയിപ്പോൾ കുറേ പേര് വന്ന് പറയും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം, കുടുംബമാകുമ്പോൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ഇണക്കങ്ങളും എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതിനകത്തോട്ട് ഫാമിലി ഇടപെട്ട് അതായത് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇടപെടാം. പക്ഷെ അതല്ലാതെ ഈ കൈ വെക്കുന്നതും ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടികൾ കോംപ്രമൈസ് ചെയ്യാതെ സ്വന്തം പെൺമക്കളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മരണം വരെയെങ്കിലും ആ പെൺകുട്ടിയെ ജീവനോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ആവില്ല ബാക്കി. എന്നാൽ അതിന് പിന്നാലെ തന്നെയാണ് ഇന്നലെ ഈ നേഹ കുഴഞ്ഞു വീണു എന്നുള്ള തരത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഈ നേഹയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നത്. പിന്നാലെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വിവരമാണ് ഈ നേഹയുടെ വീട്ടുകാരും അറിയുന്നത്. നിലവിൽ ആലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് അന്വേഷണത്തിൽ ഹാത്തിഫ്, ഇതിൽ പ്രഥമ ദൃഷ്ട്യാ സംശയകരമായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഭർത്താവിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എന്തെങ്കിലും നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ നിലവിൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് കഴുത്തിൽ ഒരു ചെറിയൊരു പാടുണ്ട് എന്നുള്ളതാണ്. ഒരു വയറ് മുറിച്ച ഒരു പാട് കഴുത്തിലുണ്ട് എന്നതാണ്. ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത്, പോലീസ് ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭർത്താവിനെ കസ്റ്റഡിയിൽ, ഭർത്താവായ പ്രദീപിനെ പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ വല്ലതും വേണോ? ഒന്നുകിൽ ആ പെൺകുട്ടിയുടെ നേഹയുടെ ഭർത്താവ് ആ നാറി, ഇല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർ, തീർത്തു. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇനി അതിനകത്ത് മറ്റേ ചിഴിയാനൊന്നും ഇല്ലേ? നിങ്ങൾ പറ, അതിൽ കൂടുതൽ എന്താ ഉള്ളത്? വേറെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പെൺകുട്ടിയെ അങ്ങനെയാണോ പറയുന്നത്? എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? അതാണ് ചോദ്യം. പോലീസുകാർക്ക് ആ ഒരു വീട് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും മാലയോ വളയോ സ്വർണ്ണോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പണമോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പുറത്തുനിന്ന് ആരെങ്കിലും കയറി ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചത്, ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ ഭർത്തൃ വീട്ടുകാർ അവളുടെ ദേഹത്ത് ഉണ്ടായിരുന്ന സ്വർണം, ഈ ഭർത്തൃ വീട്ടുകാർ ഇട്ട് കൊടുത്ത സ്വർണം ഒക്കെ അഴിച്ചു വെച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ഒന്നും കാണാതെയാണോ അപ്പോൾ അവരത് ചെയ്തത്?
ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത്. നമ്മുടെ നാട്ടിലെ നിയമം ഇച്ചിരിയെങ്കിലും ഇനി സ്ട്രോങ് ആവണം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ. ഇല്ലെങ്കിൽ ഇവിടെ അമ്മമാരില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ നാട് നിറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഭർത്താവിന്റെ മൊഴി നിലവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ്. നിലവിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രാഥമികമായ പരിശോധനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും ഇത് തന്നെയാണ്. കഴുത്തിൽ ഒരു വയറുകൊണ്ട് മുറുക്കിയ പാടുണ്ട് എന്നത് തന്നെയാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ പോലീസുമായി സംസാരിക്കുന്നതും പോലീസിനെ ഈ ഇന്റിമേഷൻ നൽകുന്നതും പിന്നാലെ തന്നെ പോലീസ് എത്തിയ മൃതദേഹം പരിശോധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. ഇൻക്വസ്റ്റിൽ റിപ്പോർട്ടിലും ഈ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ ഇതിനകത്ത് വിശദീകരിക്കാനൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ന്യൂസുകൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഒരുപാട് ആളുകൾ കാണാറുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അതുല്യയുടെ കേസൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ കണ്ടതാണ്. അപ്പം ചില ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്നവരും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇടുന്നവരും എന്നോട് ചോദിക്കും, എന്താണ് ബ്രോ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ചെയ്യാത്തതെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് ഇന്ന് തന്നെ ഇത് മാത്രമല്ല, കണ്ണൂർ ഒരു പെൺകുട്ടി, അത് കൂടാതെ വേറെ എവിടെയോ ഒരു വാർത്ത ഞാൻ കണ്ടു, ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതെല്ലാം വാർത്താ ചാനലുകൾ വഴി നമ്മൾ അറിയുന്നുണ്ട്, എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടിപ്പോയാൽ ഇത് ഏതിൻ്റെയെങ്കിലും 1-2 എണ്ണത്തിൻ്റെ ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരും, ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നില്ല. കിട്ടാതെ ഞാൻ വന്നിരുന്ന് എന്തു പറയാനാ? ഇല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒക്കെ അടുത്തേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എത്തിയിട്ട് അവർക്ക് പറയാനുള്ളത് അവർ നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് സംസാരിക്കാം. ഇത് പക്ഷേ ഡീറ്റെയിൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ. അല്ലാതെ ഒന്നിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഈ കേസിൽ തന്നെ ഇത് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അവനെ പിടിച്ച് അകത്തിടുക, നല്ല 2 കുമ്മു ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ കഴുത്തേൽ ആ ഒരു പാടൊക്കെ വന്നത്. ചിലപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കാം, മനസ്സിലായില്ലേ? ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ തീർത്തതായിരിക്കാം സ്വന്തം ഭാര്യനെ. ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലിട്ടായിരിക്കാം, കൊച്ചു കുഞ്ഞാണ്, അതിനെന്തറിയാന്. ആ കുഞ്ഞിൻ്റെ പോയി നീ വളർന്നു വരുന്തോറും അമ്മയില്ലാതെ വളരണം. ഇതാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ. പെൺകുട്ടികളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, മക്കൾക്ക് എപ്പോഴും ജോലി ഉണ്ടായിരിക്കണം. അതാകുമ്പോൾ ഇതുപോലുള്ള പുള്ളന്മാരെയൊക്കെ കളഞ്ഞിട്ട് അവർക്ക് സ്വന്തം കാര്യം നോക്കി നല്ല ജോലിക്കും പോയി മക്കളെയും വളർത്തി ജീവിക്കാം. മനസ്സിലായില്ലേ? ഇതൊരു ജോലി പോലും ഇല്ലാതെ എങ്ങനെ തൻ്റെ മക്കളെ വളർത്തും? അച്ഛനെ അമ്മയും പിന്നെ ബുദ്ധിമുട്ടിക്കണമല്ലോ, അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കണമല്ലോ. ഇതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന പെൺമക്കൾ. അങ്ങനെയുള്ള അവസ്ഥകൾ അവർക്ക് വരാതിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികൾക്കും ജോലി വേണം. ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നിങ്ങൾക്ക് പേടിയാണോ? അല്ല, അങ്ങനെയുള്ള കുറേ ആളുകൾ കാണും. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അവർ പോട്ടെ, ഏത് രാജ്യത്താണെങ്കിലും പോയി പണിയെടുക്കട്ടെ. ഇങ്ങനെയുള്ളവരെ മറ്റവന്മാരുടെ കാലിനടിയിൽ പോയി കിടന്ന് അവന്മാരുടെ തെറിയും കൊണ്ട് ഇടിയും മേടിച്ച് കിടക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജോലി എടുത്ത് ജീവിക്കുന്നത്? ജീവിക്കട്ടെ, സ്വന്തം കാലം നിൽക്കാനുള്ളൊരു ഒരു കോൺഫിഡൻസ് അവർക്ക് വരട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ആളുകൾക്ക്, എനിക്ക് ഏകദേശം 1,10,000 സബ്സ്ക്രൈബേഴ്സും കണ്ടിട്ടുണ്ട്. അതിനകത്ത് 1,09,000 ആളുകൾക്കും അത്യാവശ്യം വിവരവും അത്യാവശ്യം ചിന്തിക്കാനുള്ള ബോധവും പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ബോധമൊക്കെ കാണും. പക്ഷേ കുറേ ആളുകൾക്ക് അതുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ എന്തെങ്കിലും തരത്തിൽ ക്രൂശിക്കുന്നത്, അതായത് അയാളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് കണ്ടാൽ അത് ക്രൂശിക്കുന്ന കേട്ട് മാത്രം വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഞാൻ ഇന്നും തെറി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല. ആരുടെ ഭാഗത്ത് തെറ്റ് കാണുന്നോ അത് ആരാണെങ്കിലും ഞാൻ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കും. ഇത് എൻ്റെ അഭിപ്രായം, ഞാൻ പറയുന്ന ചാനലാണ്. മനസ്സിലായില്ലേ? അതായത് ഒരാളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലല്ല. ഇത് കുറച്ച് പേർക്കെങ്കിലും ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒരു തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റക്കാരനാക്കുക. എന്നാൽ പറയുന്നതിനകത്തെ പൊരുൾ എന്താണെന്ന് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഒച്ച ഉയർത്തുന്ന കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ ചത്തുപോയി മണ്ണിനെ പോയില്ല, അങ്ങനൊരാളുടെ ചാരിത്രത്തെ വന്നിരുന്ന് വേറെ കുറേ എണ്ണം കുത്തി കീറിയപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ തെറ്റുകാരൻ. ഒന്ന് ആലോചിച്ചേ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് നമ്മുടെ ചില ആളുകൾ പറഞ്ഞ് കേൾക്കാമല്ലോ, എന്താണ്
പൊതുജനം വിഡ്ഢിയാണെന്ന്. ഞാനും ഒരു വിഡ്ഢിയാണ്, നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാൻ എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, എന്നെ പോലുള്ള ഞാനൊരു വിഡ്ഢിയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ, ഒരു തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കരുതായിരുന്നു. നേരെ മറിച്ച് അതിനകത്തെ വില്ലത്തിയെ മാത്രം എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. കാരണം നാട്ടുകാർക്ക് ഇഷ്ടമാതാ, അത് ഞാൻ ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത്തിരി എനിക്ക് ഞാൻ തന്നെ ഒരു വില കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് കുറച്ച് ആളുകൾക്കെങ്കിലും ഒന്ന് മനസ്സിലായാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ണടച്ച് പാല് കുടിക്കാൻ എന്നെ കിട്ടത്തില്ല. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.